സന്തോഷം നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ഒന്നല്ല, അത് നമ്മുടെ പ്രസന്റിന് വേണ്ടി നമ്മൾ സ്വയം ഡിസൈൻ ചെയ്യേണ്ട ഒന്നാണ്. ഈ ഒരു കോട്ട് വളരെ ഇൻസ്പയറിംഗ് ആയി തോന്നിയത് കൊണ്ട് ഇന്ന് ഞാൻ ഇത് എൻ്റെ ചാനലിൽ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇന്നത്തെ റെസിപ്പി, ഇന്ന് ഞാൻ എളുപ്പത്തിലൊരു മാവോടി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവരെ ഓർമ്മ വരുമെന്ന് പറഞ്ഞതുപോലെ ഇതുണ്ടാക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെയും അമ്മുമ്മയും ഓർമ്മ വന്നു. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. ഞാൻ മാവ് പൊടിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, പുട്ടിന് ഉപയോഗിക്കുന്ന തരിയായിട്ടുള്ളതല്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നു. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. തേങ്ങയും ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. വെള്ളം ഒഴിച്ചതിന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു അരമണിക്കൂർ അടച്ചു വയ്ക്കാം. അരമണിക്കൂർ കഴിയുമ്പോൾ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി സ്റ്റൗ കത്തിച്ച് ഇതിനെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മൂട്ടിൽ കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി ഇളക്കിയിട്ട് നമുക്കിതിനെ റോസ്റ്റ് ചെയ്തെടുക്കാം. 15 മിനിറ്റ് ആയപ്പോൾ ഈ മാവിൻ്റെ കളറൊക്കെ കുറച്ച് മാറി വരുന്നുണ്ട്, ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകമായിട്ട് മിക്സ് ചെയ്ത് ഇനി ഒരു 5 മിനിറ്റ് കൂടെ അതിനെ റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെയാണ് റോസ്റ്റ് ചെയ്യേണ്ടത്. ജീരകം ഇട്ട് കഴിഞ്ഞ് 5 മിനിറ്റ് കൂടെ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. മാവ് പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തണുക്കുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, വളരെ സിമ്പിളായിരുന്നു. കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. ഡു ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി ഞാൻ അടുത്ത ആഴ്ച വേറൊരു റെസിപ്പിയുമായി വരാം. ടിൽ ദെൻ ബൈ ബൈ.